SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ അധിക്ഷേപിച്ച് പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം. 85 കഴിഞ്ഞ കടൽക്കിഴവനാണ് വെള്ളാപ്പള്ളി എന്ന് പെരിന്തൽമണ്ണ MLAയുടെ വിമർശനം. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അവഹേളനം. വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പരാമർശമാണ് MLAയെ ചൊടിപ്പിച്ചത്. സാമ്പത്തിക രാഷ്ട്രീയ ദുഷ്ടലാക്കാണ് വെള്ളാപ്പള്ളി നടേശനെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. വിവരങ്ങളുമായി ശിവദാസ് ചേരുന്നുണ്ട്. ശിവദാസ്, ഹിന്ദു ഐക്യവേദി വളരെ കൃത്യമായി വെള്ളാപ്പള്ളി നടേശന് പിന്തുണയുമായി രംഗത്തെത്തുകയാണ്. ഒപ്പം മുസ്ലിം ലീഗിന്റെ അദ്ദേഹത്തിനെതിരായ ആക്രമണവും തുടരുന്നില്ല. വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശനെ നജീബ് കാന്തപുരം ചെയ്തിരിക്കുന്നത്. സമഗ്ര വിവരങ്ങൾ. നടേശൻ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ പരിശോധിച്ച് മനസ്സിലാക്കിയാൽ അതിൽ നിന്നും വെള്ളാപ്പള്ളി നടേശനെ വേട്ടയാടാനുള്ള നീക്കത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് ഹിന്ദു ഐക്യവേദി. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് സത്യസന്ധമായ കാര്യങ്ങളാണ്. അവിടെ ഹൈന്ദവ വിഭാഗത്തിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ കൃത്യമായ നടപടികൾ അനിവാര്യമാണ്. മലപ്പുറത്ത് NSSനും SNDPക്കും കോളേജ് അനുവദിക്കാത്തതെന്തെന്ന് സാമൂഹ്യനീതി അട്ടിമറിക്കുകയാണെന്നും ശശികല ടീച്ചർ പറഞ്ഞു. വാർത്തയുടെ വിവരങ്ങളുമായി ശിവദാസ് ചേരുന്നുണ്ട്. ശിവദാസ്, വലിയ പിന്തുണ വെള്ളാപ്പള്ളി നടേശന് ഹിന്ദു ഐക്യവേദി നൽകുകയാണ്. ഒപ്പം മുസ്ലിം ലീഗ് അദ്ദേഹത്തിനെതിരായ ആക്രമണം കടുപ്പിക്കുകയും ചെയ്യുകയാണ്. സമഗ്ര വിവരങ്ങൾ എന്തെല്ലാം? നീലിമ, വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തിൽ അതിന് കൃത്യമായി തന്നെ പിന്തുണ നൽകുകയാണ് ഹിന്ദു ഐക്യവേദി. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിവരങ്ങൾ അതിൻ്റെ പഠനത്തോടു കൂടി ഉള്ള കൃത്യമായ വിവരങ്ങൾ തന്നെയാണ് പത്രസമ്മേളനത്തിൽ ശശികല ടീച്ചർ നൽകിയിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയാണ്. പലപ്പോഴും മുസ്ലിം ലീഗ് അടക്കമുള്ളവർ അദ്ദേഹത്തിൻ്റെ കോലം കത്തിക്കുന്ന അത്തരത്തിലുള്ള ഹീനമായ പ്രവൃത്തിയിലേക്ക് കടക്കുന്നു. ഇത്തരത്തിൽ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നു. യഥാർത്ഥ വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാതെയാണ് ഇതിനെതിരെയുള്ള ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ എന്ന് അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നുണ്ട്. കാരണം യഥാർത്ഥ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യുമ്പോൾ പലർക്കും പൊള്ളും. സർക്കാരിന് പോലും അത്തരത്തിലുള്ള കൃത്യമായ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ നടത്തുന്നില്ല. കാരണം വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും മറ്റ് സാമ്പത്തിക രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലാണെങ്കിൽ പോലും മലപ്പുറം ജില്ലയിൽ ഹൈന്ദവ സമൂഹം വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അതിൻ്റെ കൃത്യമായ ഉദാഹരണ സഹിതം തന്നെയാണ് ശശികല ടീച്ചർ വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ പ്രതിമ പോലും സ്ഥാപിക്കാൻ മലപ്പുറം ജില്ലയിൽ കഴിയുന്നില്ല. അതിനുള്ള കാരണം എന്താണ് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമാണ്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ പോലും ഏറെക്കാലം വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രിമാർ പലപ്പോഴും അവരായിരുന്നു. അതുകൊണ്ട് എന്നിട്ട് പോലും SNDPക്കോ അല്ലെങ്കിൽ NSSനോ പോലും ഇവിടെ കൃത്യമായി അത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലഭിക്കുന്നില്ല. പലപ്പോഴും അപേക്ഷ നൽകിയിട്ട് പോലും അത് നിരസിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ മറ്റ് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് കൃത്യമായി തന്നെ MES അടക്കമുള്ളവ ഉദാഹരണം എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ ശശികല ടീച്ചർ ഇക്കാര്യം പറഞ്ഞു. അത്തരത്തിൽ ഉള്ള സംഘടനകൾക്ക് കൃത്യമായി തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായ ഒരു വിവേചനം മലപ്പുറം ജില്ലയിൽ ഹൈന്ദവ സമൂഹം നേരിടുന്നുണ്ട് എന്നുള്ളത് ആണ് പ്രധാനമായും ശശികല ടീച്ചർ പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനേക്കാൾ അപ്പുറത്തുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ആ ഒരു കാര്യങ്ങൾ തന്നെ കേളപ്പജിക്ക് ഒരു സ്മാരകം നിർമ്മിക്കാൻ ഇവിടെ കഴിയുന്നില്ല. എന്നാൽ വാര്യംകുന്നന ഒരു ടൗൺ ഹാൾ നിർമ്മിച്ചിട്ടുണ്ട്. ഹൈന്ദവ സമൂഹത്തെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തെ കൊന്നൊടുക്കിയ ഒരു നേതാവാണ്. മാപ്പിള കലാപകാലത്ത് ഹിന്ദു സമൂഹത്തെ കൊന്നൊടുക്കിയ ഒരു നേതാവാണ് വാര്യംകുന്നത്ത് കുഞ്ഞാമത് ഹാജി. അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ സ്മാരകം നിർമ്മിച്ചിട്ടുണ്ട്. ടൗൺ ഹാൾ അടക്കം അദ്ദേഹത്തിന് വേണ്ടിയുണ്ട്. എന്നാൽ കേളപ്പജിയുടെ ഒരു സ്മരണ പോലും ഇല്ലാതാക്കാനുള്ള ഓരോ പ്രവർത്തനവുമാണ് ഇവിടെ നടക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് തവനൂർ തിരുനാൾ
നവായെ ബന്ധിപ്പിക്കുന്ന പാലം പോലും ഇല്ലാതാക്കാനുള്ള ഒരു നീക്കം നടക്കുന്നത്, അല്ലെങ്കിൽ വളഞ്ഞ വഴിയിലൂടെ അത്തരത്തിലുള്ള ഒരു പാലം തന്നെ നിർമ്മിക്കാനുള്ള ശ്രമം സംസ്ഥാന സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി തന്നെ നടക്കുന്നത്. കാരണം കേളപ്പജിയുടെ ഒരു പ്രധാന കർമ്മകേന്ദ്രം തവനൂരിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചില സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ചില സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട്. ആ സ്ഥാപനങ്ങളെ എല്ലാം തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു പാലം നിർമ്മിക്കാനുള്ള നീക്കമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാകുന്നത്. അത് കൃത്യമായി വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ആ വോട്ട് ബാങ്ക് തന്നെയാണ് ഇത്തരത്തിൽ ഹൈന്ദവ സമൂഹം നേരിടുന്ന, ഈ മലപ്പുറം ജില്ലയിൽ നേരിടുന്ന പ്രധാന വെല്ലുവിളിക്ക് ആധാരം എന്ന് ശശികല ടീച്ചർ തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു അറ്റം മാത്രമാണ് വെള്ളാപ്പള്ളി നടേശൻ നിലമ്പൂരിൽ പറഞ്ഞിരിക്കുന്നത്. അതും വെള്ളാപ്പള്ളി നടേശൻ SNDPയുടെ പ്രധാനപ്പെട്ട നേതാവാണ്. അവരുടെ അണികളോടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ആ അണികളോട് പോലും ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം പോലും അദ്ദേഹത്തിനില്ല. ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നു, വലിയ രീതിയിൽ തന്നെ പ്രതിഷേധം അവർക്കെതിരെ നടത്തുന്നു. മുസ്ലിം ലീഗ് എല്ലാം ഇതിനെ ചുക്കാൻ പിടിക്കുന്നുണ്ട്. പലപ്പോഴും മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം പോലും നമുക്കറിയാം, ഒരു മതവിഭാഗത്തിന് വേണ്ടി മാത്രമാണ് മതേതരം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു മതവിഭാഗത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അത് നമുക്ക് പരിശോധിച്ചാൽ പോലും മനസ്സിലാകും. അവരുടെ സ്ഥാനാർത്ഥി നിർണയം പോലും എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ അതൊരു ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ഒരാളെ പോലും സ്ഥാനാർത്ഥിയാക്കാൻ മുസ്ലിം ലീഗ് തയ്യാറാകുന്നില്ല. പക്ഷേ അവർ മതേതരത്വം ഭാവിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ നടിക്കുന്നു, കൃത്യമായി ഒരുമിച്ച് ഒരു വോട്ട് ബാങ്കായി മാറുന്നു. ഈ കാര്യം തന്നെയാണ് കൃത്യമായി വെള്ളാപ്പള്ളി നടേശൻ സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണമായും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ് എന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ശശികല ടീച്ചർ പറയുകയായിരുന്നു. അതോടൊപ്പം തന്നെ നജീബ് കാന്തപുരത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഉണ്ടായിരുന്നു. വെള്ളാപ്പള്ളി നടേശനെ ആക്രമിക്കുന്ന തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്, അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് നജീബ് കാന്തപുരം ഫേസ്ബുക്കിൽ കുറിപ്പായി ഇട്ടിരിക്കുന്നത്. 88 കഴിഞ്ഞ ഒരു കടൽ കിഴവനെ പോലെയാണ് വെള്ളാപ്പള്ളി പറയുന്നത്. ഇപ്പോൾ അദ്ദേഹം യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ഇവിടെ ഓരോ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. കാരണം മുസ്ലിം സമൂഹം അവരുടെ പോരാട്ടത്തിലൂടെ നേടിയെടുത്തിട്ടുള്ളതാണ് ഈ മലപ്പുറം ജില്ലയിലുള്ള വിദ്യാഭ്യാസ മേഖലയിൽ അടക്കമുള്ള മുന്നേറ്റങ്ങൾ എന്ന് നജീബ് കാന്തപുരം പറയുന്നുണ്ട്. അതുതന്നെയാണ് വെള്ളാപ്പള്ളി നടേശനും പറയുന്നത്. മുസ്ലിം ലീഗ് അടക്കമുള്ളവർ മുസ്ലിം സമുദായങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. മറ്റ് ഈഴവ സമുദായങ്ങളോ മറ്റ് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട പിന്നോക്ക സമുദായങ്ങളുടെ ഒന്നും തന്നെ ഒരു ഉന്നമനവും ഇവിടെ നടക്കുന്നില്ല. ആ കാര്യം തന്നെ മുസ്ലിം ലീഗ് ഇപ്പോൾ സൂചിപ്പിച്ച കാര്യം തന്നെയാണ് വെള്ളാപ്പള്ളി നടേശനും കൃത്യമായി തന്നെ സൂചിപ്പിച്ചിരിക്കുന്നത് എന്നും ശശികല ശിവദാസ്, മലപ്പുറത്തെ ദുരവസ്ഥയാണ് പിന്നോക്കക്കാരും ഹൈന്ദവ വിഭാഗവും പൊതുവിൽ നേരിടുന്ന ദുരവസ്ഥയെക്കുറിച്ചാണ് വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാട്ടിയത് എന്ന് ഹിന്ദു ഐക്യവേദി വളരെ കൃത്യമായി മുന്നോട്ട് വയ്ക്കുകയാണ്. വിവരങ്ങളാണ് ശിവദാസ് നൽകിയത്.